Next, we have a Mind by the LM Youth, which is based on how the worldly things influence us, how our peer groups influence us, how we try to change ourselves according to the needs and requirements of the world. So, we will be having that program by the LM Youth. നമ്മുടെ കഥാനായകൻ തൻ്റെ ഉറക്കമുണർന്ന് പ്രഭാതകർമ്മങ്ങൾ ചെയ്യുന്നു. എന്നാൽ താൻ തൻ്റെ ഉറക്കമുണരുമ്പോൾ മുതൽ പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും മറന്നെങ്കിലും ഫോൺ തപ്പി കണ്ടുപിടിക്കുവാനും അത് ഉപയോഗിക്കാനും അദ്ദേഹം മറന്നില്ല. അദ്ദേഹം തൻ്റെ വസ്ത്രങ്ങളെല്ലാം തേച്ചു മിനുക്കി ആരാധനയ്ക്ക് പോകുന്നു. അവിടെയും അദ്ദേഹം ഫോൺ ഉപയോഗിക്കാൻ മറക്കുന്നില്ല. ആരാധനയിൽ മറ്റു ചിലർ ഉറങ്ങുന്നതും ചിലർ വർത്തമാനം പറയുന്നതും ചിലർ ഫോണിൽ തോണ്ടിയിരിക്കുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ ഫോൺ അഡിക്ഷൻ ഉണ്ടെങ്കിലും വലിയ പാപങ്ങളൊന്നും ചെയ്യാതെ തട്ടിയും മുട്ടിയും പോകുന്ന കാലത്താണ് നമ്മുടെ ഹീറോ ഒരു പ്രണയത്തിൽ അകപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്ന് കരകയറാനാകാതെ താൻ വിഷാദരോഗത്തിനും ആകാത്ത കൂട്ടുകെട്ടിലും അവിടുന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തൻ്റെ ദിവസങ്ങൾ പാർട്ടിയിലും പബ്ബിലുമായി ചിലവിട്ടു പോരുന്നു. We have it all. Honey, will you marry me?
ഇതിലൊന്നും സമാധാനവും സന്തോഷവും കണ്ടെത്തുവാനാകാതെ താനൊരു ദിവസം ആത്മഹത്യ എന്ന മഹാപാപത്തിന് ഇരയാകുന്നു. മരണശേഷം ഇദ്ദേഹം ന്യായവിസ്താരത്തിനായി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എത്തിയപ്പോൾ ഇങ്ങനെ നാം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയാൽ ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമോ? വചനം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. മരിച്ചവർ ആപാദവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ.